Hey all, this is Matt here, your coach, your mentor, your trainer in trading. അപ്പം നമ്മൾ ഇന്ന് ഒരു ഹ്യൂജ് റാലി കാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഇന്ന് നിഫ്റ്റി നമുക്ക് എക്സ്പയറി ആയതെങ്കിൽ കൂടി നല്ലൊരു സൂപ്പർബ് ആയിട്ടുള്ളൊരു മൊമെന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലും നിഫ്റ്റിയിലും. ആൻഡ് ഓൾസോ കുറച്ച് സ്റ്റോക്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെല്ലാം മുമ്പ് ഗിവ് അവേ നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, ഓടിപ്പോവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മളുടെ ധന്നിന്റെ ലിങ്ക് വെച്ച് നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അവിടെ കൊടുത്തിട്ടുള്ള കോൺടാക്റ്റിലോട്ട് നിങ്ങൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. മാക്ബുക്ക് പ്രോ ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ റീസൺസ് കൊണ്ടായിരിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഫിയർ, വാറിന്റെ പ്രശ്നം, ഇതെല്ലാം ഇതിനെ അഫക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഹ്യൂജ് സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോൾ വരാനായിട്ട്. നമുക്ക് നോക്കാം കുറച്ച് സ്റ്റോക്സും കുറച്ചധികം കാര്യങ്ങളും നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ആദ്യം തന്നെ let's say ഡൗ ജോൺസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡൗ ജോൺസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 9 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. ഈ ഒരു സെർട്ടൺ ടൈമിൽ മാർക്കറ്റ് ഉണ്ടോ ഈ ഒരു റേഞ്ചിൽ കടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. റൈറ്റ്. നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന നിഫ്റ്റിയുടെ എൻട്രി നമ്മൾ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഫിൻ നിഫ്റ്റി 130 to 190 നമ്മൾ ടാർഗറ്റ് മോർ ദാൻ ഇനഫ്. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ട്രെയിൽ ചെയ്തവർ ഓൾമോസ്റ്റ് ലൈക്ക് ഐ ബിലീവ് 280+ വരെ അത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കോ നമുക്ക് ഇക്വിറ്റി ടാറ്റ മോട്ടോഴ്സ് ഉണ്ടായിരുന്നു. 935 നമ്മൾ എൻട്രി ഷോർട്ട് സെൽ ചെയ്താണ് കേട്ടോ. അത് നേരെ പോയത് ടാർഗറ്റ് ഗോസ് വിത്ത് 929 ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 925 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കേസിൽ നിഫ്റ്റിയുടെ കേസിലാണെങ്കിലോ 150 നമ്മൾ 80 എൻട്രി എടുത്തു. 150 വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അതും കഴിഞ്ഞിട്ട് 200, 210, 230 വരെ എങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആ ട്രേഡ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ്, നല്ലൊരു ട്രേഡ് തന്നെ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ നമ്മളുടെ ലൈവ് ചാർട്ടിലോട്ടൊന്ന് പോയി നോക്കാം എന്താണ് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് വൺ ഡൗ ജോൺസ് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഒരു വെളുപ്പിന് 1:30 ആകുമ്പോൾ US മാർക്കറ്റ് ക്ലോസ് ആവും. ആ ടൈമിൽ നമുക്കിത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിഫ്റ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പിലും നമുക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു പോസിറ്റീവ് കോറിലേഷൻ ഇല്ലാതെ മാർക്കറ്റ് നിൽക്കുകയായിരുന്നു അല്ലേ. ബട്ട് എന്നാൽ ഇന്ന് നമുക്ക് നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും മിഡ് ക്യാപ്പും ഓൾമോസ്റ്റ് ഒരുപോലെ നിന്നിട്ട് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ ലെറ്റ്സ് സീ. നിഫ്റ്റിയിൽ നമുക്ക് 22,300 വരെ സുഖമായിട്ടിരുന്ന ഒരു ഫോൾ വരും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. OAയുടെ ബേസിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈവ് ട്രേഡിൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ യൂട്യൂബിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൈവ് ട്രേഡിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുകയും നമ്മൾ അവിടെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു. ഇന്ന് എക്സ്പയറി അല്ല, ടൈം ഡിക്ക് വരത്തില്ല, അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആകുമോ എന്നുള്ളൊരു പേടിയിലായിരുന്നു മജോറിറ്റി ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഐ ബിലീവ് ഓൾമോസ്റ്റ് 100 തൊട്ട് 150 പോയിന്റ്സോളം നമ്മൾ പ്രീമിയത്തിൽ നിഫ്റ്റിയിൽ നിന്ന് ക്യാച്ച് ചെയ്തു. സൂപ്പർബായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് എല്ലാ ദിവസവും സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള നല്ല ജാക്ക്പോട്ട് ഉള്ള ദിവസങ്ങൾ വരും. ആ ദിവസങ്ങളിൽ പോയി നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്നത്തെ ലൈവിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് രാവിലെ 9:15 ആയതുകൊണ്ട് ലൈക്ക് പെട്ടെന്ന് തന്നെ ട്രേഡ് എടുക്കാനായിട്ടുള്ള ടെൻഡൻസി. ആ ടെൻഡൻസി എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. ആ ടെൻഡൻസി നിങ്ങൾ കുറേ അധികം ലോസസ് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു ലൈവ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇൻഡെപ്ത് കുറേ അധികം കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ നാളെ നമ്മൾ എന്താണ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,227 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു മൈനർ സപ്പോർട്ട് ഉണ്ട്. സോറി, ഇത് റെസിസ്റ്റൻസ് അല്ല, മൈനർ സപ്പോർട്ട് ഉണ്ട്. യെസ്, ഈ ഒരു മൈനർ സപ്പോർട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് 24,900 നമുക്കൊരു ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. ദെൻ 24,800 സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ബേറി സൈഡിലോട്ടാണ് നമ്മളുടെ വ്യൂ. ഈ ഒരു ലെവൽസ് കാര്യമല്ല, ഇപ്പോൾ തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലോട് ഷെയർ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഇതെല്ലാം നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ അറിയിക്കുക. അതുമാത്രമല്ല ഈ വീഡിയോയ്ക്ക്, അതായത് ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും അതും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നമ്മളത് വാല്യൂ ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത നമുക്ക് നിഫ്റ്റി ബാങ്കിലോട്ട് നോക്കാം. നിഫ്റ്റി ബാങ്ക് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് തന്നെയാണ്. വേറെ ഒന്നുമില്ല. ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് 51,682 താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,958 മാർക്കറ്റ് എത്താൻ ചാൻസ് ഉണ്ട്.
റൈറ്റ്. ഈ ഒരു certain ലെവൽ വരെ മാർക്കറ്റ് വീഴാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാലുണ്ടെ 50,464. വേറെ കാര്യമുണ്ട്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും വീണ് നിർബന്ധമൊന്നുമില്ല. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവൽസുകൾ സൂപ്പർബായിരിക്കും, ബെറ്റർ ആയിരിക്കും, നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് നിഫ്റ്റി ബാങ്കിൽ. അടുത്തത് നമുക്ക് ഫിൻ നിഫ്റ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ബാങ്ക് പോലെ തന്നെയാണ് നിൽക്കുന്നത്. 23,812 ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഇന്നത്തെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്താൽ 23,547 ഈ ഒരു certain ലെവൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും അടുത്ത ടാർഗറ്റ് ആയിട്ട് 23,430. ഡോണ്ട് വരി, ഇതെങ്ങനെയാണ് ഞാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഒരു പ്രീവിയസ് ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു പ്രീവിയസ് ലെവലിന്റെ സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എൻട്രീസിലെ ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം നല്ല ലോ, ആ സെയിം ലോയിൽ വന്നിട്ടാണ് റിജക്ഷൻ ഫോം ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 12,880 താഴെ മാർക്കറ്റ് നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 12,670 12,590 ഇത്രയും വരെ നമുക്ക് ഒരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആയിട്ടാണ് മാർക്കറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ തരുന്നത്. ഇതിൽ ആ ഒരു ലെവലിലോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നല്ലൊരു റിട്ടേൺ കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡീസസുകളുടെ കാര്യം ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി മാർക്ക് കൂടെ ട്രൈ ഔട്ട് ചെയ്യുന്നതിന് ആൻഡ് ഫോറക്സിൽ യൂറോ USD കൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ബജാജ് ഓട്ടോ ഉണ്ട്. ബജാജ് ഓട്ടോ വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു സോൺ ഉണ്ട്. ഇവിടെ ഒരു സോൺ റേഞ്ച് ചെയ്യുന്നത് 11,700 നിന്ന് 11,750, 11,700 to 11,750. ഈ ഒരു സോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും 11,640, 11,646 നമുക്ക് സപ്പോർട്ട് കാണും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 11,500, 11,394 ഈ റേഞ്ചുകളിലായിരിക്കും പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് വരിക. സോ ആ ടൈമുകളിൽ നമുക്ക് നോക്കാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് 999 rupees മാത്രമാണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കത്തില്ല നിങ്ങൾ ഓടിപ്പോകുക, പ്രീമിയം ഗ്രൂപ്പിൽ കയറുക, നിങ്ങൾ സക്സസ്ഫുൾ ആവും, ഇപ്പൊ തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. ബട്ട് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ഇതാണോ. അത് മാത്രമല്ല ആഴ്ച 2 സെഷൻ നമ്മൾ ഇനി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാണ്ട് പോകുന്നുണ്ട്. പ്രീവിയസ്ലി നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബട്ട് എന്നാൽ ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക് തൊട്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾക്ക് ലേൺ ചെയ്യാനും പറ്റും, കുറേ അധികം നല്ല രീതിയിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് ടാറ്റ കെമിക്കൽസ് സൂപ്പർവായിട്ട് നിൽക്കുകയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ലൊരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. ഇതിന്റെ RR എന്ന് പറയുന്നത് 1:4.83 കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ടാറ്റ കെമിക്കൽസ് ബുള്ളി സൈഡിലോട്ട് നോക്കാവുന്നതാണ്. അതേസമയം ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ്സ് സീ 1338 നിന്ന് താഴത്തേക്ക് മാർക്കറ്റ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 1,260, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 1,158. നമുക്കൊരു ഡെയിലിയിൽ കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് 1 hour അതായത് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഇൻട്രാഡേയിൽ നമുക്ക് ഗോദ്രേജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഭാരത് ഫോർജ് നമുക്ക് ഡെയിലി തന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സൂപ്പർബായിട്ട് നല്ലൊരു ബ്രേക്ക് ഡൗണിൽ നിൽക്കുകയാണ്. ഒന്ന് കോഷ്യസ് ആവുക. നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമുക്കിത് വരുന്നത്. 1,237 വരെ, അതായത് 1:4 RR കിട്ടാൻ പ്രോബബിലിറ്റി ഉണ്ട്. കിട്ടും നിർബന്ധമുണ്ടോ? ഇല്ല, പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് എന്നാൽ റിസ്കിലും റിവാർഡിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട്, റിസ്ക്. ഒരിക്കലും റിവാർഡ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ബട്ട് എന്നാൽ നമുക്ക് നമ്മുടെ റിസ്കിനെ തീർച്ചയായിട്ടും ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു അറിവാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അല്ലാതെ റിവാർഡ് ഓക്കെ ഫൈൻ, ആരും റിസ്കിനെ ഫിക്സ് ചെയ്യാതെ നേരെ റിവാർഡിലോട്ടാണ് പോകുന്നത് എല്ലാവരും, മജോറിറ്റി ആൾക്കാരും. സോ നമ്മൾ ആ ഒരു വ്യൂ മാറ്റണം, ആ ഒരു ഗെയിം മാറ്റുക, അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് നല്ലൊരു ഫോള് തന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. സോ ഞാൻ പറയുക ഇത് ഇന്നത്തെ ലോ ആയിട്ടുള്ള 1,173, അതായത് 1,173 ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഫോളിലേക്ക് ഈ ഒരു റേഞ്ചിലത്തേക്ക് അത് എത്താൻ ചാൻസ് ഉണ്ട്. 1148 ലെറ്റ്സ് സേ 1150 അവിടെ വരെ എത്താനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് ആക്സിസ് ബാങ്ക്. ഇനി നമുക്ക് ഒരാളെ കൂടെ നോക്കാവുന്നതാണ്. ഒന്നല്ല, നമുക്ക് ക്രൂഡ് ഓയിലൂടെ നോക്കണമല്ലോ. ക്രൂഡ് ഓയിൽ നമുക്കിത് 1 hour ആണ്, ഡെയിലിയിലാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു certain ലെവൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ ധനിൽ നിങ്ങൾ എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അവിടെ സിംഗിൾ മാർജിൻ ആണ്, ബ്യൂട്ടിഫുൾ ആണ്. തീർച്ചയായിട്ടും താഴെ എന്തായാലും നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണം. എന്നാൽ പിന്നെ ധൻ ബെറ്റർ ആണ്, സൂപ്പർ ഗുഡ്. എന്തായാലും ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഗിവ് അവേ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മാക്ബുക്ക് കിട്ടാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. ഈ ഒക്ടോബർ 23 കഴിച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ജനുവരി 23 നമ്മൾ അടുത്ത നമ്മളുടെ ഗിവ് അവേ സെയിം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കി
രണ്ടും സൂപ്പർ ആകുക, ഐ മീൻ ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്രൂഡ് ഓയിലോട്ട് നോക്കി നോക്കാം. ക്രൂഡ് ഓയിൽസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു പ്രോബബിലിറ്റി ഉണ്ട് ക്രൂഡ് ഓയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട്. സോ ഇതെല്ലാം നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും നോക്കിയിട്ട് ക്ലബ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത പക്ഷേ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ഓക്കെ, ഇഷ്ടംപോലെ അനാലിസിസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഐ മീൻ ലൈക്ക് ന്യൂസ്, നെറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ ഇത് നമ്മൾ ഒരുമിച്ച് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. യൂട്യൂബിൽ ലൈവിലാണെങ്കിൽ ഞാൻ രാവിലെ വന്ന് നിങ്ങളോട് 3-4 hours ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഇരുന്ന് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവിടെ ഒന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ പറഞ്ഞു, അല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒരു വേഗ ഐഡിയ തരും. കാരണം ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആണല്ലോ, സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണല്ലോ, അത്രയും മാത്രമാണ്. ഓക്കെ ഫൈൻ. അടുത്തത് നമുക്ക് നാച്ചുറൽ ഗ്യാസ് ഐ ബിലീവ് അതും ബുള്ളിഷ് തന്നെയാണ്. I think so. Let's see. Yes, അത് ബുള്ളിഷ് തന്നെയാണ്. അത് നമുക്കൊരു 1 hour ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതാണ്. ഇച്ചിരി റിസ്ക് ഉണ്ട് ഇതിൽ, ബട്ട് ദിസ് ഈസ് ഗുഡ്. ഇപ്പോഴും മാർക്കറ്റ് റണ്ണിങ്ങില്ല, അതൊക്കെ ഇപ്പോൾ ട്രേഡ് എടുത്ത് വെക്കാവുന്നതാണ്. നാച്ചുറൽ ഗ്യാസ് ഈസ് ഗുഡ്, സൂപ്പർ, റൈറ്റ്. 1 hour ആണ് നമ്മൾ നാച്ചുറൽ ഗ്യാസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് യൂറോ യു എസ് ഡി 1 hour ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ് ഇത് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് 1:2.62 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റേഞ്ചിലത്തേക്ക് ഇത് ഫോളോ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ആണ്, കുഴപ്പമില്ല, അത് വീഴുവായിരിക്കണം എന്തായാലും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിലത്തേക്കായിരിക്കും നമ്മൾ ഇത് ട്രേഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇനി ഏത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള, ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർട്ടൻ സ്റ്റോക്കുകൾ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് വെരി നെക്സ്റ്റ് ഡേ. അല്ലാതെ കാണുന്ന ട്രേഡ്സ് അല്ല, പെട്ടെന്ന് എവിടെയൊക്കെയോ കാണുന്നു എന്നാൽ അതെല്ലാം പോയി എടുത്തേക്കാം. നോ, ഡോണ്ട് ഡു ഇറ്റ്. അവിടെയാണ് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്. ഞാൻ ഉൾപ്പെടെ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു പണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ. സോ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ കമൻറ്റ് കൂടെ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന്, അതല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക. എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം വീഡിയോയിൽ, പ്രസൻറ്റേഷനിലാണോ ഇല്ല എന്തെങ്കിലും എഡിറ്റിങ്ങിലാണോ, അതല്ല കോണ്ടന്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാനാണ്. നമ്മളൊരു ഫാമിലിയാണ്, ഒരുമിച്ച് ഗ്രോ ചെയ്തതാണ് നമ്മൾ. ലാസ്റ്റ് ഒരു 1 year നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ട്രേഡ് മാക്സിൻ്റെ ഈ ഒരു ഗ്രോത്തിൽ. ഡെഫിനറ്റ്ലി അതിൽ നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ 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 വലുതാണ്. ഓക്കെ, സോ നമുക്കപ്പം നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം നമ്മളുടെ ലൈവിൽ. മറക്കരുത്, ഒരുമിച്ച് ഏൺ ചെയ്യാം.